ദൈവത്തിന് സ്തോത്രം. എല്ലാ ഫ്രണ്ട്സിനും കർത്താവായ യേശുവിന്റെ നാമത്തിൽ രാജസ്ഥാനിലെ ഡുംഗർപൂരിൽ നിന്ന് വന്ദനം. കുറെ നാളുകളായിട്ട് ഹൃദയത്തിൽ ഒരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾ കുഞ്ഞുമൻചായ എന്ന് വിളിക്കുന്ന പാസ്റ്റർ കെ.ഒ. വർഗീസിന് ഡുംഗർപൂരിൽ വന്ന് സന്ദർശിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം അത് കഴിഞ്ഞില്ല, നീണ്ടുപോയി. കുഞ്ഞുങ്ങളെയും കൊണ്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കുഞ്ഞുമൻചായന്റെ മൂത്ത മകൻ പാസ്റ്റർ സന്തോഷ് വർഗീസ് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു റിക്വസ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടു, ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ് ഗ്രൂപ്പിൽ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്റ്റർ സന്തോഷിനെ വിളിച്ചു രാത്രിയിൽ. അപ്പോഴാണ് പ്രിയ അച്ചായൻ വളരെ ക്ഷീണിതനായിരിക്കുന്നു, തന്റെ രോഗവിവരം അറിയുവാൻ ഇടയായിരുന്നു. ഉടൻ തന്നെ ലേറ്റ് നൈറ്റില് ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ക്യാൻസൽ ചെയ്ത് ഞാൻ ഉദയപൂരിൽ വന്നു. ഉദയപൂരിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എന്നോടൊപ്പം മണക്കാല സെമിനാരിയിൽ എൻ്റെ സതീർത്ഥനായിരുന്ന പാസ്റ്റർ കെ.ജെ. ജോൺസൺ കൂട്ടിക്കൊണ്ട് ഞാൻ ഡുംഗർപൂരിൽ വന്നു. പ്രിയ അച്ചായനെ കാണുവാൻ ഇടയായി. കുറേയേറെ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. തൻ്റെ സഹോദരങ്ങള്, തൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെയുണ്ട്. എൻ്റെ മൂത്ത മകൻ സന്തോഷ് വർഗീസ്, എൻ്റെ വൈഫ് സിസ്റ്റർ ബ്ലെസ്സി, മോള് ഉണ്ട് ഇവിടെ. പ്രിയ അച്ചായൻ്റെ വൈഫ് പ്രിയമ്മാമ ഇവിടെയുണ്ട്. ഈ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ്, അതായത് 1967 രാജസ്ഥാനിൽ വന്ന ഒരു വലിയ ദൈവമനുഷ്യനാണ് പാസ്റ്റർ കെ.ഒ. വർഗീസ്. കേരളത്തിൽ മാവേലിക്കരയ്ക്കടുത്ത് ചെന്നിത്തല സ്വദേശിയായ അദ്ദേഹം ചെറിയ പ്രായത്തിൽ, ഞാനത് പറഞ്ഞത്, ക്രിസ്തുവിന്റെ പടയാളി എന്ന ഒരു ചെറിയ മാഗസിൻ എറണാകുളത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന സേവിയർ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ പ്രസിദ്ധീകരിച്ച ക്രിസ്തുവിന്റെ പടയാളി എന്ന മാഗസിൻ വായിച്ചാണ് നോർത്ത് ഇന്ത്യയെ പറ്റി ഭാരമുണ്ട്. ആ കാലഘട്ടത്തിൽ തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് താൻ നേരെ ഇവിടെ വന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, പാസ്റ്റർ കെ.ഒ. വർഗീസിനെ പുറം ലോകം ഒത്തിരി അറിയുന്നില്ലെങ്കിലും ഇന്ന് കർത്തസ്ഥാനിൽ വിശ്രമിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ഡോക്ടർ തോമസ് മാത്യുവിനോടൊപ്പം ഉത്തരഭാരതത്തിൽ ആയിരക്കണക്കിന് സഭകൾ സ്ഥാപിച്ച ഒരു ദൈവഭക്തനാണ് പാസ്റ്റർ കെ.ഒ. വർഗീസ്. ഇന്ന് അദ്ദേഹം ക്ഷീണിതനാണ്, 80 വയസ്സ് തിരഞ്ഞു. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പൊ കടന്നു പോകുന്നതിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സമയത്ത് 1-2 വാക്കുകൾ പ്രിയ അച്ഛൻ തന്നെ പറയാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. വേദിയിൽ അധ്വാനിക്കുന്ന പാസ്റ്റർ സജി മാത്യുകാരന്മാരും അദ്ദേഹത്തോടൊപ്പം കടന്നുകൊണ്ടു അദ്ദേഹത്തിനും ജോൺസനായ സ്തോത്രം തന്റെ ദാസനുമായി ഒന്നിച്ച് ഇപ്രകാരം സഭയിലെ വിശ്വാസികളും സന്തോഷമായി ജോലിയായിരിക്കാൻ തക്കോളം കർത്താത്തോടെ എന്നെ സഹായിച്ചു. ഈ പ്രായത്തിലും കർത്താവിന്റെ ആഗ്രഹത്തോടെ മുട്ടുവാനും പ്രധാനമന്ത്രി സാധിക്കേണ്ട അവസ്ഥയായിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രാർത്ഥന എനിക്ക് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനേകം ഗുരുദാസന്മാർ എന്നോട് പലപ്പോഴും കടന്നു വരികയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാറ് പതിവാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദിയും എൻ്റെ സ്നേഹവും ഇന്ന് അറിയിക്കുന്നു. എനിക്ക് ഒത്തിരി സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. നിങ്ങളിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. പപ്പായ്ക്ക് ആക്ച്വലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ചില മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഐഡന്റിഫൈ ആയി. അതുമായിട്ട് കണക്ട് ആയിട്ടുള്ളത് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് ബേസിക്കലി സ്കിൻ റിലേറ്റഡ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിന്റെ സ്റ്റിറോയിഡ് ബേസ്ഡ് ടാബ്ലറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അതുമായിട്ട് കണക്ട് വരുന്നുണ്ട്. ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് വേരിയേഷൻ ആകുന്നു. പിന്നെ വായിക്കാത്ത അൾസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡെന്റ് പല്ലെല്ലാം റിമൂവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഫുഡൊന്നും ഇൻടേക്ക് ചെയ്യാൻ ഒക്കുന്നില്ല. അപ്പോൾ അങ്ങനായിട്ടൊരു വീക്ക്നെസ് കൂടെ കടന്നു പോകും. ബട്ട് സ്റ്റിൽ ഓരോ ദിവസവും കർത്താവിന്റെ കൃപ അനുഭവിച്ച് കർത്താവിന്റെ കലം പ്രാപിക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എല്ലാവരും പ്രാർത്ഥിക്കണം. ഇന്ന്
നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന സീനിയർ മോസ്റ്റ് ഉത്തരേന്ത്യൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് പാസ്റ്റർ കെ.ഒ. വർഗീസ് എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. തനിക്ക് കർത്താവ് ബലം കൽപ്പിക്കണം. മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി ശക്തിയും ബലവും കർത്താവ് നൽകുവാനായി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.